പ്രായം കൂടി തുടങ്ങി കഴലിണ തനതാം കൃത്യമോർക്കാതെയായി കായത്തിൻ കാന്തി മങ്ങി കരളൊരു കഥന കണ്ണുനീർ കായലായി കായാമ്പൂ കപ്പമേകും കിസലയ മൃദുലം കോലമേലുന്ന കണ്ണാ നീ എന്നെ കൈവിടല്ലേ വരിക കടലുപോ ദേവഗോവായി നിലാവായി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ജരാസന്ധവധത്തിന് 3 പേരും ബ്രാഹ്മണ വേഷം കെട്ടിട്ട് പോയ സ്ഥലത്താണല്ലോ നമ്മൾ ഇന്നലെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവര് പോയി നടന്ന് ചർമ്മണ്ണതി നദിയുടെ തീരത്തിലെത്തി. അവിടെ നദിയാണെങ്കിലോ അത് അടുക്കി വെച്ചതുപോലെ പാറ ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന സ്ഫടികം പോലുള്ള വെള്ളം. അത് പുഞ്ചിരിക്കുന്നിടക്ക് പൊട്ടിച്ചിരിക്കുന്ന അങ്ങനെ സമുദ്രത്തിലേക്ക് സന്തോഷവതിയായിട്ട് പോകുന്ന ചർമ്മണ്ണതി നദി. ഗംഗയും ശോണയും താണ്ടി 4-ാം ദിവസം കേശവനും കൂട്ടരും മഗധയുടെ അതിർത്തി കടന്നു. പാവങ്ങൾ തന്നെ ഇപ്പൊ ഇവര്. നീലക്കുറിഞ്ഞുകൾ കണ്ണു തുറക്കുന്ന പൂന്തൊടികളിൽ വിശ്രമിക്കുന്ന ഇളങ്കാറ്റ് ഇവരെ തലോടി എന്നാണ് പറയുന്നത്. ആ ഭഗവാനെ കണ്ട പിന്നെ തലോടാതിരിക്കാൻ പറ്റുമോ കാറ്റിനൊക്കെ? അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. സായാഹ്നത്തോടെയാണ് മൂവരും ജരാസന്ധന്റെ രാജധാനിയിലെത്തിയത്. നഗരത്തിന് പുറത്തൊരു രഹസ്യ സ്ഥലത്ത് തേര് നിർത്തുവാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് തേര് ഇവിടെ നിർത്തണേന്ന് പറഞ്ഞൊരിക്ക് നിർത്താൻ പറഞ്ഞ് അവര് ഭഗവാനും പാണ്ഡവരും നഗരത്തിലേക്ക് കാലുകുത്തി. അപ്പൊ അവരെന്ത് മന്ദം നടന്നു മെല്ലെ ബ്രാഹ്മണന്മാരുടെ ഒരു പ്രത്യേകത നടത്തൂലേ. അപ്പൊ അവരിങ്ങനെ ഈ പിന്നെന്താ രാജാക്കന്മാരുടെ മാതിരി മുടിച്ചാടും നടക്കൂല. ക്ഷത്രിയന്മാരുടെ വീരശൗര്യമൊന്നും ബ്രാഹ്മണന്മാർക്ക് ഉണ്ടാവാൻ പാടില്ലല്ലോ. അവര് സാത്വികന്മാരല്ലേ. മെല്ലെ നടന്നു പോയി. അപ്പം ആ നഗരത്തിന്റെ സൗന്ദര്യം കാണുന്നവര്. അപ്പൊ മാധവൻ പറഞ്ഞു, കണ്ണും കാതും പൂർണ്ണമായി തുറക്കണം, മനസ്സ് അലക്ഷ്യമാക്കാതിരിക്കുക. മനസ്സിനെപ്പോ ആ ഒരു ഇത് വേണം, ആ ശ്രദ്ധ പാടില്ല. മനസ്സ് ശ്രദ്ധയോടെ വെക്കണം. കണ്ണും കാതും അതുപോലെ പൂർണ്ണമായി തുറന്നു വെക്കണം. നിമിഷങ്ങൾക്ക് പോലും ഇവിടെ കാതുണ്ടെന്ന് ഓർക്കുക. വിജയം നമ്മുടെ ഭാഗത്ത് തന്നെ, അത് ഉറപ്പിക്കാം. ഇന്ന് അർദ്ധരാത്രി വരെ നിങ്ങൾ 2 പേരും മൗനവ്രതത്തിലാണ്. വെറുതെ അബദ്ധം പറഞ്ഞിട്ട് നാനാവിധാക്കണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ആയിരക്കണക്കിന് രാജാക്കന്മാരുടെ നാവുകൾ നിശബ്ദമാക്കിയ മാഗധന്റെ ശക്തി ഇന്ന് നമുക്ക് ഊറ്റിയെടുക്കണം. അവന്റെ ഓരോ നിമിഷവും ഞെരിഞ്ഞ് തകരുക തന്നെ വേണം. എന്നാൽ യുദ്ധം ചെയ്യുമ്പോൾ അവനുമായി മനഃപൂർവ്വം ഇടയുവാൻ വന്നതാണെന്ന് ധാരണ ഉണ്ടാക്കുകയും വരുത്. ആ രീതിയിൽ വേണം യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് ഇന്ന് അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കൂട്ടോ. ഭഗവാന്റെ വാക്കിനവര് അക്ഷരം പ്രതി പാലിക്കുമല്ലോ. അവര് അറിഞ്ഞു, ആ വാക്കിന്റെ പൊരുളറിഞ്ഞിട്ട് മൗനവ്രതത്തിലെ അങ്ങനെ മിക്ക മൗനവ്രതാക്കട്ടെ. മാധവന്റെ ഹൃദയത്തിലൂടെ പല ചിന്തകൾ അങ്ങനെ കടന്നുപോയി. ഭഗവാൻ എന്തൊക്കെയോ ചിന്തിക്കുന്നു. തന്ത്രം അറിയാത്തവരാണ് കുമാരന്മാർ. അറിയാതെ ഒരു വാക്കു പുറത്തായ മതി ആവിഷ്കരണങ്ങളെല്ലാം തകരുവാൻ. രാജസൂയത്തിന്റെ കഥ ഇവിടെ പുറത്താകുവാൻ പാടില്ലതാനും. അതുകൊണ്ട് പാണ്ഡുസുതന്മാർ നിശബ്ദരാകുന്നതാണ് ഇപ്പൊ നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾ വേഗം രാജസൂയം ഉണ്ട്, നിന്നെ ജയിക്കാനാ വന്നിരുന്നെല്ലാം കയറി അങ്ങ് ഭീമസേനുവിനെ അങ്ങനെയല്ലേ. അതുകൊണ്ട് ആണ് അവരെ വായടപ്പിച്ചത്. രാജകൊട്ടാര പൂമുഖത്ത് 3 ഭൂസുരർ വന്നെത്തിയ വിവരം ജരാസന്ധൻ അറിഞ്ഞു. അവരെ സ്വീകരിച്ച് ആനയിക്കുവാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അതിഥികളുടെ സുഖത്തിന് ഭംഗം ഒരു കാരണവശാലും വരരുത് എന്ന് ചക്രവർത്തി പ്രത്യേകം നിഷ്കർഷിച്ചു. ബ്രാഹ്മണ ഭക്തനാണ് ഇദ്ദേഹം, ജരാസന്ധൻ. അതിഥികളെ കാണുവാൻ ഉചിതമായ സ്ഥാനത്തെത്തി ജരാസന്ധൻ അവരെ കാത്തു നിന്നു. ഭീമനും പാർത്ഥനും ജരാസന്ധനെ സസൂക്ഷ്മം വീക്ഷിച്ചു. നോക്കാല എന്താ പരിപാടി നോക്കാലോ പറഞ്ഞിട്ട് ഓണം ശ്രദ്ധിച്ചു. കുലമഹത്വം തുളുമ്പുന്ന കണ്ണുകൾ ജരാസന്ധനിൽ ആകർഷകത്വം നിറച്ചു. അതിഥികളെ ബഹുമാനിച്ചിരുത്തിക്കൊണ്ട് ജരാസന്ധൻ ചോദിച്ചു, നിങ്ങൾ ആരൊക്കെയാണ്? അന്തണ വേഷമാണെങ്കിലും നിങ്ങളിൽ തെളിഞ്ഞു വിളങ്ങുന്ന രാജകീയ പ്രൗഢിയാണല്ലോ. പ്രഭാപൂരിതമായ നിങ്ങൾ അസാമാന്യശീലരാണെന്ന് പ്രഥമ ദർശനത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. പറയൂ, ആരാണ് നിങ്ങൾ? എന്താണ് ഭഗവാന്മാരുടെ ആഗമനോദ്ദേശം? ഇംഗിതമെന്തോ അത് സഫലമായി എന്ന് കരുതിക്കൊള്ളുവിൻ. കേശവൻ സ്പഷ്ടമായി പറഞ്ഞു, ഞങ്ങൾ ദേശസഞ്ചാരികളായ ഭൂസുരരാണ്.
അങ്ങയുടെ യശസ് കേട്ട് ഇവിടെ എത്തിയെന്ന് മാത്രം. ഉദാരമതിയും ശ്രേഷ്ഠനുമാണ് താങ്കൾ എന്ന് നഗരവാസികൾ പുകഴ്ത്തുന്നുണ്ട്. മാറ്റൽ കുലാന്തകനാണ് അങ്ങെന്ന് രാജാക്കന്മാർ പറയുന്നത് ഞങ്ങൾ കേട്ടു. അങ്ങനെയുള്ള മഹാനായ അങ്ങയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി, അത്രേ ഉള്ളൂ. മഹാബലിയും ഹരിശ്ചന്ദ്രനുമെല്ലാം ദാനത്താലാണല്ലോ പ്രശസ്തരായത്. അതുപോലെ അങ്ങും വലിയ ദാനശീലനാണെന്നാ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ജരാസന്ധൻ അല്പം പരിഹാസം കലർത്തി പറഞ്ഞു, ആ വിഡ്ഢികളുടെ അതൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് അറിയേം വേണ്ട. ദാനശീലനാണ് ഞാൻ, പക്ഷേ എന്റെ ജീവനും രാജ്യവും ദാനം ചെയ്യുകയില്ല. മറ്റവരെ പരിഹസിച്ചത് അത് പോട്ടെ, നിങ്ങളുടെ ആവശ്യം പറയൂ, നേടിത്തരേണ്ടതാണെങ്കിൽ അത് ലഭിച്ചിരിക്കും. വീണ്ടും കേശവൻ തന്നെ സംസാരിക്കുന്ന കണ്ടപ്പോൾ ജരാസന്ധൻ ചോദിച്ചു, ഇവരെന്താണ് മൗനം അവലംബിക്കുന്നത്? കേശവൻ പറഞ്ഞു, മഹാരാജൻ, അവർ മൗനവ്രതത്തിലാണ്. ഇന്ന് അർദ്ധരാത്രി വരെ അവർ വ്രതത്തിലായിരിക്കും. അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ ജരാസന്ധൻ എന്തോ ചില സംശയങ്ങൾ മനസ്സിൽ ഊന്നി. വാസ്തവത്തിൽ ഒരു ബ്രാഹ്മണരാണോ? കരത്തിൽ കൈകളിൽ ഞാണിന്റെ തഴമ്പ് കാണുന്നുണ്ട്, കൺകോണുകളെ സൂക്ഷ്മ ലക്ഷ്യത്തിൽ തറക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ക്ഷത്രിയരാവണമെന്നില്ല, അതും പറയാലോ. പരശുരാമനും ദ്രോണരും ബ്രാഹ്മണരാണല്ലോ, എങ്കിലും അവരോട് തന്നെ ചോദിക്കാം. ഇങ്ങനെ ചിന്തിച്ച് രാജാവ് കൃഷ്ണനെ നോക്കി പറഞ്ഞു, ഹേ ബ്രാഹ്മണ, താങ്കൾ എവിടെയോ കണ്ട ഓർമ്മയുണ്ടല്ലോ എനിക്ക്. എവിടെയാണ് ഭവാന്മാരുടെ നാട് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അങ്ങനെ മുമ്പ് കണ്ടിരിക്കാം. പണ്ട് മധുരയിൽ വെച്ച് കമ്പാടിക്കണ്ണനുമായി അങ്ങ് പോരടിച്ചില്ലേ, അന്ന് ഞാൻ മധുരയിൽ ഉണ്ടായിരുന്നു. പണ്ടു മധുരക്ക് കൃഷ്ണനോട് പട കൊണ്ടുപോരുന്നാൽ കണ്ടിരിക്കാം. പക്ഷേ അതിനാണ് ഭഗവാൻ പറയുന്നത്. ജരാസന്ധൻ ആനന്ദത്തോടെ പറഞ്ഞു. അപ്പൊ സന്തോഷമായി മൂപ്പർക്ക്. പറഞ്ഞു, കണ്ടില്ലേ എന്റെ യുദ്ധ നൈപുണ്യം? ആ കാലിച്ചെറുക്കൻ ഗോപാലന് ഞാൻ ചക്രശ്വാസം ഏൽപ്പിച്ചില്ലേ, കണ്ടില്ലേ അങ്ങ്? അതൊക്കെ സാധുവാണവൻ, എങ്കിലും കുതന്ത്രമേ കരത്തിലുള്ളൂ. എന്ത് ഭീകരമായ യുദ്ധമാണ് നടന്നത്. യുദ്ധപകുതിയിൽ അവൻ ഓടിപ്പോയി. കേശവന്റെ നെട്ടോട്ടം താങ്കളും കണ്ടതല്ലേ. അപ്പോ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓടുന്നതായിരുന്നു, ഓടിച്ചതായിരുന്നു, ഉടേ തിരിഞ്ഞു പോന്നേതും തിരിഞ്ഞില്ല. ആരാണ് ഓടിച്ചതെന്നോ ആരാണ് ഓടുന്നതെന്നോ എനിക്ക് മനസ്സിലായില്ല. എങ്കിലും പ്രായം കൊണ്ട് നോക്കിയാൽ ഇടയ ചെറുക്കന് മോശമായിരുന്നില്ല. അങ്ങനെ പറഞ്ഞു. ജരാസന്ധൻ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു, ഭൂധരനാ, നിങ്ങൾക്ക് ഭിക്ഷ തണ്ടാന്നല്ലേ അറിയൂ? യുദ്ധതന്ത്രത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ആ കാലിച്ചെറുക്കൻ 1-2 തവണയല്ല 17 പ്രാവശ്യമാണ് എന്റെ നികടത്തിൽ നിന്ന് തോറ്റോടിയത്. ഒടുവിൽ എന്നെ ഭയന്ന് ജീവധാരണത്തിനുള്ള ആശ കൊണ്ട് കടലിനക്കരെ എവിടെയോ ഒളിച്ചു വസിക്കുന്നു. അവൻ എന്റെ മുന്നിൽ ഇനിയും അത്ര ധൈര്യം തീർന്നു വരുമെന്ന് തോന്നുന്നില്ല എനിക്ക്. എങ്ങനെയുണ്ട്? പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ വീണ്ടും പറഞ്ഞു, എനിക്ക് ആ കാലി ചെറുക്കനെ അറിയാം. ദ്വാരകയിലും പോയിട്ടുണ്ട് ഞാൻ. അവൻ ധീരനാണ്, മരണഭയം എന്ന് പറയുന്ന സംഭവേ ഇല്ല. ജനന മരണങ്ങൾക്ക് അതീതനാണ് താനെന്ന് അവൻ വിശ്വസിക്കുന്നു. ദാനശീലനാണ്, ആരോടും പകയില്ലാത്തവനുമാണ്. മാധവൻ കോപിക്കുകയില്ല. കോപിച്ചാലോ അത് ഗംഭീരമായ കോപിക്കലാണ്. താനും ദുഷ്പ്രദർശ്യമാണ്, അങ്ങനെയാ പറഞ്ഞത്. പെട്ടെന്ന് ജരാസന്ധൻ പറഞ്ഞു, നിർത്ത്, എനിക്ക് അവന്റെ മഹത്വം കേൾക്കുകയേ വേണ്ട. നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അപ്പൊ പറഞ്ഞു, അങ്ങയുടെ കോപം കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയം ജനിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട് അങ്ങയുടെ കോപം കണ്ടിട്ട്. ദാനമായി തരാമെന്ന് പ്രതിജ്ഞ ചെയ്താലേ മനസമാധാനത്തോടെ ചോദിക്കാനാവൂ. അന്തണരെന്നും ഭയശീലരാണല്ലോ, ഞങ്ങളെപ്പോഴും പേടിത്തൊണ്ടന്മാരല്ലേ ഇപ്പ ബ്രാഹ്മണന്മാര് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ സംഭാഷണം തുടങ്ങുന്ന സമയത്തെ പറഞ്ഞല്ലോ, എന്റെ ജീവനും രാജ്യവും ഒഴിച്ച് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന്. വാക്കുകളെ ജീവന് തുല്യം ബഹുമാനിക്കുക ജരാസന്ധന്റെ രക്തഗുണമാണ്, അതിന്റെ രക്തത്തിൽ കലർന്നതാണ്. വാക്ക് പറഞ്ഞാൽ പാലിച്ചിരിക്കും ജരാസന്ധൻ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾ ആരാണെന്ന് പറയാം, വരവിന്റെ ഉദ്ദേശവും വ്യക്തമാക്കാം. താങ്കളെ 17 തവണ യുദ്ധത്തിൽ പരാജിതനാക്കി ഓടിച്ച കാലിച്ചെറുക്കനെ ഗോപാലനാണ് ഞാൻ. സമുദ്രത്തെ പുറകോട്ടിറക്കി ഭൂമണ്ഡലം ഉയർത്തി ദ്വാരക എന്ന നഗരം സ്ഥാപിച്ച നാരായണനാണ് ഞാൻ. രുക്മിയെ വിരൂപനാക്കി താങ്കൾ നോക്കി നിൽക്കെ രുക്മിയുടെ കളത്തിൽ വരണമാല്യം അർപ്പിച്ച ഇന്ദിരാവല്ലഭനാണ് ഞാൻ. ആഹാ, എന്താ ഒക്കെ! രാക്ഷസരെയും രക്ഷോ സ്വഭാവികളായ
മനുജരെയും കൊന്നും ഭൂമണ്ഡലത്തിന് ഭാരം തീർക്കുക എന്നത് കലയായി കൊണ്ടു നടക്കുന്ന കലാധര സേവനായ കേശവനാണ് ഞാൻ. മനസ്സിലാക്കിക്കോ. സഹസ്രകരങ്ങളുള്ളവനായ ബാണനെ നിഷ്കരുണം പരാജിതനാക്കിയ മാധവനാണ് ഞാൻ. ഗോപാല പെൺകൊടിമാർക്കും ഭൂപാല ശ്രേഷ്ഠന്മാർക്കും സാമഗാനം പാടുന്ന മഹർഷിമാർക്കും ഒരുപോലെ സ്നേഹം നൽകുന്ന ഗോപികാരമണനാണ് ഞാൻ. എന്റെ സമീപം മൗനവ്രതത്തിൽ വർത്തിക്കുന്നത് പാണ്ഡവ മധ്യമനായ ഭീമനും അവരജനായ അർജുനനുമാണ്. ഇനി എന്താണ് അങ്ങേക്ക് അറിയേണ്ടത്? ഞങ്ങളെ കുറിച്ചിട്ട് പറയാം. ഞങ്ങൾക്ക് താങ്കളുടെ ജീവനോ സ്വത്തോ ആവശ്യമില്ല. അങ്ങ് ദ്വന്ദ്വയുദ്ധ പ്രവീണനാണെന്ന് എനിക്കറിയാം. പാണ്ഡവ മധ്യമനായ ഭീമൻ ഗദായുദ്ധത്തിന്റെ ഉപരിപഠനം കഴിഞ്ഞു നിൽക്കുകയാണ്. എങ്കിലും ഇവന്റെ പഠനം ശരിക്കും നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ഗദായുദ്ധത്തിൽ എന്റെ അറിവിൽ അങ്ങാണ് അപ്രതിമൻ. ആര്? അത്രയും ഗംഭീരൻ അങ്ങാണ്. താങ്കളോട് പോരടിച്ച് ശക്തി തെളിയിച്ചാൽ അവൻ ശക്തൻ തന്നെ. അതുകൊണ്ട് ദ്വന്ദ്വയുദ്ധ ഭിക്ഷയാണ് ഞങ്ങൾക്ക് വേണ്ടത് മഹാരാജാവേ. പിന്നെ വേഷം മാറിയത് ജനബാഹുല്യം ഒഴിവാക്കുവാനാണ്. ഞങ്ങൾ യഥാർത്ഥ രൂപത്തിൽ വന്നിരുന്നുവെങ്കിൽ ഇത്ര സുഗമമായി നമുക്ക് സംസാരിക്കുവാനും ആകുമായിരുന്നില്ല. അതാണ് ഈ കപട വേഷധാരണത്തിന് പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞു. തിളങ്ങി നക്ഷത്രമശേഷമപ്പോൾ വിളങ്ങി പുഷ്പങ്ങൾ വിരിഞ്ഞു പാരിൽ തളിച്ചു പീയൂഷമുടൻ ശശാങ്കൻ തെളിഞ്ഞു സൗഭാഗ്യ ഗുണപ്രദീപം. അപ്പം ഈ ഭഗവാന്റെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചവിടെന്ന് പറയുന്നു. എന്നിട്ടോ പൊട്ടി 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 ചിരിച്ചു അരുക ജരാസന്ധൻ. ഇതാണോ ഇത്ര മഹാകാര്യമായി നിങ്ങൾ ആവശ്യപ്പെട്ടത്? ഒരു നിസ്സാര കാര്യമല്ലേ ഇത്? ഇക്കാര്യത്തിന് ഇത്ര വലിയ സത്യമൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമായിരുന്നു. എടോ ഭീമ, നിനക്ക് തനിയെ വന്നാൽ മതിയായിരുന്നല്ലോ. ജനിച്ചതിൽ പിന്നെ സത്യമുരച്ചിട്ടില്ലാത്ത ഈ തന്ത്രശാലിയെ കൂട്ടിന് വിളിക്കണമായിരുന്നോ? നേരായ വഴി ഇവനൊരു കാര്യത്തിലും അറിയുകയില്ലെന്ന് നീയും ധരിച്ചില്ലല്ലോ. കഷ്ടം. ഞാൻ ദ്വന്ദ്വ യുദ്ധത്തിന് തയ്യാറാണ്. ജരാസന്ധൻ എന്നും ജരാസന്ധൻ തന്നെയായിരിക്കും. കേശവ, നീ എന്താ പറഞ്ഞത്? ഞാൻ തോറ്റു മണ്ടിയെന്നോ? നന്നായി, നീ എന്റെ അതിഥിയാണല്ലോ, ബുദ്ധിമാനാണ് നീ. ഇല്ലെങ്കിൽ ചൊല്ലിയതിന്റെ ഫലം ഇപ്പോൾ തന്നെ നീ അനുഭവിച്ചേനെ. നീയുമായി ദ്വന്ദ്വയുദ്ധം ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമില്ല. എന്റെ കണ്ണില് നീ വെറും കണ്ണൻ തന്നെ. നീ ഇന്നും കാലിമേച്ച് നടക്കുന്ന ചെറുക്കനാണ് എന്റെ കണ്ണില്. ഗോപികമാരുടെ മുമ്പിൽ അവരോടൊപ്പം നൃത്തമാടുന്ന വിദഗ്ധനാണ് നീ. രാജകുമാരനോട് പോര് നടത്തുന്നതിൽ ഒരു മിഴിവുണ്ട്. അതുകൊണ്ട് ഭീമനാണ് എനിക്ക് സമൻ, അർജുനനാണെങ്കിൽ ഒരു ശിശു. എന്റെ ഒരു ഒരു ചൊട്ടുനില ഒന്ന് ചൊട്ടിയാല് തീർന്നു എന്റെ കഥ. അത്രയും നിസ്സാരനാണ് അർജുനൻ എനിക്ക്. അപ്പോ ഭീമനാണ് എനിക്ക് ഏകദേശം ഒക്കുന്ന ആള്. ഒരു കാര്യത്തിൽ ഭീമന് എനിക്ക് വാക്ക് തരണം. എന്താ? ഗദായുദ്ധം കളിയല്ല. താടൻ മേൽക്കുമ്പോൾ ഈ കാലിച്ചെറുക്കനെ പോലെ മണ്ടരുത് കേട്ടാ. ഓടിയ നിന്നെ ഞാൻ കൊല്ലും, അതുറപ്പാണ്. ഓടിയെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കൂല. വായുസുതന്റെ മുഖത്ത് ഈ വാക്കുകൾ പരിഹാസത്തിന്റെ ചെറുനിരകൾ പടർത്തി. വായുസുതനേറെ ഞെളിയണ്ട, ഭഗവാനിലും കാണായിരുന്നു വായുസുത. ജരാസന്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബാലന്മാരുടെ വിനോദങ്ങൾ കേട്ടിട്ട് തമാശ തോന്നി എനിക്ക്. നിങ്ങൾ സുഖമായി കിടന്നുറങ്ങുവൻ, പ്രഭാതത്തിൽ കാണാട്ടോ. നമുക്ക് ഭയം മനസ്സിലുണ്ടെങ്കിൽ മടങ്ങി പോവുകയും ആവാം. ഒളിച്ചോടുന്നതിൽ ഈ ഗോപാലൻ വിദഗ്ധനാണല്ലോ. ഭഗവാനെ പറയാൻ കിട്ടുന്ന അവസരം ഈ വിഡ്ഢി കളയുന്നില്ല. വീണ്ടും വീണ്ടും ചിരിച്ചു, പൊട്ടി 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 ചിരിച്ചു ജരാസന്ധൻ. ഗോപാലനും പാണ്ഡവനും സ്വസ്ഥമായി വിശ്രമിച്ചു. കേശവന്റെ മനസ്സിൽ അനവധി ചിന്തകൾ ഉതിർന്നു വീണു. പിന്നെ എവിടെ ഓർക്കുമായിരുന്നു ഭഗവാന്? ഭീമന്റെ മനസ്സിൽ ഭയം കാണുമോ? വായുസുതൻ ശക്തിമാനാണ്, ദൃഢചിത്തനുമാണ്. പക്ഷേ ജരാസന്ധൻ ഏത് വില്ലാളിക്കും അമ്പരപ്പുണ്ടാക്കുന്ന ശക്തി സ്വരൂപനാണ് ആ മാഗധേന്ദ്രൻ. വളരെ നിസ്സാരമായ ഒരു കളമ ഒരുക്കലിലൂടെയാണ് രാജേന്ദ്രനെ എതിർക്കുവാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഭീമന്റെ ചുവടൊന്ന് പിഴച്ചാൽ മതി ശിരസ് തകർന്ന് മരിക്കുവാൻ. പക്ഷേ വായുസുതൻ പ്രവൃദ്ധവീരനാണ്. ജരാസന്ധനെ വധിക്കാതെ ഗംഗാസമതലത്തിൽ സമാധാനം പുലരുകയില്ല, അതുറപ്പാണ്.
പാണ്ഡവരുടെ രാജസൂയം നിമിത്തമാണ്. അടുത്ത് നടക്കുവാൻ പോകുന്ന സംഭവങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ രാജസൂയത്തിന് ഒരർത്ഥവുമില്ല. എങ്കിലും ഹിമാലയ തടം വരെ തന്റെ വാക്കുകൾ എത്തണമെങ്കിൽ ശക്തിമാനായ ജരാസന്ധൻ മരിക്കണം. വാളുകൊണ്ട് തനിക്ക് അവനെ നിഗ്രഹിക്കുവാനാവുകയില്ല. കീറണ്ടേ, പിച്ചിച്ചീന്തണ്ടേ, ആന പനചീന്തം പോലെ. ബുദ്ധി കൊണ്ട് വധിക്കണം. നാളെ പ്രഭാതത്തിൽ നടക്കണം. ജരാസന്ധൻ മരിച്ചാൽ കേശവന്റെ വാക്കുകൾക്ക് കൂടുതൽ അർത്ഥവും ഗാംഭീര്യവും വരും. അങ്ങനെ ആരും കാണാതെ ഭഗവാൻ ചിരിച്ചു എന്നാ പറയുന്ന ഇരുട്ടത്ത് ഉറങ്ങുന്നല്ലേ. ജരാസന്ധൻ തന്റെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്നതായി മാധവൻ കണ്ടു. ക്രമേണ രൂപം കറുക്കുന്നു. തമസ്സുമൂർത്തിയായ ഒരു ഉരുവമായി ജരാസന്ധൻ മാറി. അരുണ്ട രൂപത്തിന് മുമ്പിൽ ഒരു പ്രകാശം കത്തിജ്വലിച്ചു വന്ന് വീണു. ഇരുട്ടും കറുത്ത രൂപവും ആ പ്രകാശത്തിൽ ഒഴുകിത്തീരുകയും ചെയ്തു. ഇതൊക്കെ ഭഗവാൻ ഇങ്ങനെ കാണുന്നത് പോലെ തോന്നുന്നു. അങ്ങനെയുള്ളൊരു രംഗം. പ്രഭാതമായി. അരുണൻ തങ്കരശ്മികൾ രക്തവർണ്ണത്തിൽ വിതറി. സൂര്യോദയം വന്നു. കേശവനും ഭീമനും പാർത്ഥനും രാജകീയ വേഷം ധരിച്ച് തയ്യാറായി നിന്നു. കേശവൻ ഭീമന്റെ ചെവിയിൽ പറഞ്ഞു, മനം പതറരുത് കേട്ടോ, രാജസൂയമാണ് ലക്ഷ്യം. ഈ ദുഷ്ടനെ വധിച്ചാൽ പിന്നെ മറ്റു രാജാക്കന്മാരെ ഒന്നും നേരിടേണ്ടി വരികയുമില്ല. എല്ലാവരും നമുക്ക് കപ്പം തന്ന് നമ്മളെ നമസ്കരിച്ചോളൂ, കീഴടങ്ങിക്കോളൂ. പാണ്ഡവകുലം നിന്നിലാണ് പ്രതീക്ഷ മുഴുവൻ വച്ചിരിക്കുന്നത് ഭീമേട്ട. ഒരേ ലക്ഷ്യം, ഒരേ ചിന്ത, അതു ജരാസന്ധന്റെ വധം മാത്രം. മനവും മിഴിയും കരവും ഒന്നിച്ചാൽ ഭീമ, നിന്നെ ജയിക്കുവാൻ 100 ജരാസന്ധന്മാർ ഒന്നിച്ചു വന്നാലും കഴിയുകയില്ല കേട്ടോ. അതാണ് നിന്റെ ബലം. സമയമാകുവാൻ പോകുന്നു. സമാധാനത്തോടെ സ്വസ്ഥമായി ഹൃദയത്തെ സ്വതന്ത്രമാക്കുക. വിജയം നിനക്ക് തന്നെ എന്തായാലും. കേശവന്റെ വാക്കുകൾ ഭീമന് കനത്ത ധൈര്യത്തെ സൃഷ്ടിച്ചു. ധൈര്യം കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞത് നന്ദിനി. അപ്പോഴേക്കും ജരാസന്ധൻ യുദ്ധവേഷത്തിൽ എത്തിക്കഴിഞ്ഞു. നല്ലൊരു യോദ്ധാവാണ് ജരാസന്ധൻ. നല്ലൊരു വേഷം, നല്ല കാണാനും നല്ല ഗാംഭീര്യമുള്ള ആളാണല്ലോ. ഭീമ വരൂ, ആയുധപ്പുരയിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള കഥ തിരഞ്ഞെടുക്കാം. ജരാസന്ധന്റെ വാക്ക് മാനിച്ച് അവർ ആയുധപ്പുരയിലെത്തി. ഇരുവരും ഗതകൾ എടുത്തു. പ്രഭാതത്തിൽ തന്നെ ദ്വന്ദ്വയുദ്ധവേദിക്ക് ചുറ്റും അനേകം ജനം വന്നുകൂടി. കാണണ്ടേ ഇവരെ കളി. രാത്രിയിൽ തന്നെ വാർത്ത കൊട്ടാരത്തിന് ചുറ്റും പടർന്നിരുന്നു. ജരാസന്ധനും ഭീമനും യുദ്ധവേദിക്ക് മുമ്പിലെത്തി. ഇരുവരും കാണികളെ വന്ദിച്ചു, ഭൂമിയെ ബഹുമാനിച്ചു. സൂര്യമുഖം നോക്കി അഗംഭീരതലം നിന്ന് പ്രാർത്ഥിച്ചു. പരസ്പരം പ്രതിജ്ഞ എടുത്തു. സത്യം വിട്ട് മാറി പൊരുതുകയില്ലെന്ന് ശപഥം ചെയ്തു. കേശവനും അർജുനനും ഒരു ഭാഗത്ത് ഒഴിഞ്ഞു നിന്നു. ഭീമൻ അവരെ ശ്രദ്ധിച്ചു. കേശവൻ അക്ഷയോണ്ട് അനുവാദം നൽകി. തുടങ്ങിക്കോളൂ. ജരാസന്ധൻ അനായാസം കുതിച്ചു വേദിക്ക് മുകളിലെത്തി. വായുസുതനാകട്ടെ വേദിക്ക് മുകളിൽ പടികൾ ചവിട്ടിയെത്തുകയാണ് ചെയ്തത്. പാവം പോലെ അല്ലേ നടന്നു വന്നു. കാണികൾ 2 പക്ഷമായി ജരാസന്ധന് ജയിക്കുവാനാവുകയില്ലെന്ന് ഒരു കൂട്ടർ തീർത്തു പറഞ്ഞു. 2 പക്ഷമായി കാണികള്. ഒരു കൂട്ടർ പറഞ്ഞു ജരാസന്ധൻ ജയിക്കും, ഒരു കൂട്ടർ പറഞ്ഞു നമുക്ക് കണ്ടിട്ട് അറിയാലോ. മറുപക്ഷക്കാർ കണ്ടറിയാ എന്ന ഭാവത്തിലിരുന്നു. സൂര്യ വെളിച്ചത്തിൽ കത്തിക്കാളുന്ന 2 അഗ്നിരൂപങ്ങൾ പോലെ വേദിക്കൊരു ഭാഗത്തും ജരാസന്ധനും ഭീമനും നിന്നു. അവർ ഗതകൾ ചുഴറ്റി. മിന്നലിൽ മിന്നുന്ന കാഞ്ചനപ്രഭ അത് ഉണർത്തി. മാധവൻ പുഞ്ചിരിച്ചു. പിന്നെ ഭഗവാന് നിന്ന് വേണ്ടത് പുഞ്ചിരിക്കൽ തന്നെ. കാലത്തിന്റെ സൂക്ഷ്മ നിമിഷങ്ങളെ അർത്ഥവത്താക്കിയ ആത്മാർത്ഥതയുടെ നിറം പുഞ്ചിരിയായിരുന്നു അത്. സമയം കുറിക്കുന്ന 7 ആചാരവെടികൾ മുഴങ്ങി. ജരാസന്ധൻ മുന്നിലേക്കാഞ്ഞ് ഗതവേദിയിൽ വെച്ച് സൂര്യനെ നമസ്കരിച്ചു. നമ്മൾ കണ്ടിട്ടില്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. നല്ല ഭംഗിയാ അത് കാണാൻ, നല്ല സുഖാന്നത് കാണാൻ. ഭീമനും വേദിയിൽ അമർന്ന് മിത്രനെ വന്ദിച്ചു. വായു ഭീമനെ തഴുകി ആശീർവദിച്ചു. ഞാനുണ്ട് കേട്ടോ മോനെ, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു അച്ഛൻ വായു ഭഗവാൻ. ഇരുവരും കഥ തമ്മിൽ തൊട്ടു. ശിരസ്സു മാറി വീണ്ടും തൊട്ടു. അര താഴ്ത്തി മുകളിലേക്ക് കഥ തള്ളി എതിരാളുടെ ശിരസ്സിന് താങ്ങി വിലങ്ങനെ നിർത്തി. എന്താ രഹസ്യമല്ലേ കാണാനുണ്ടാവലത്. പിന്നോട്ട് വലിഞ്ഞ് മുട്ടിലിരുന്നു. മുന്നേ കാഞ്ഞ് വിലങ്ങനെ നിർത്തി. മുന്നേ കാഞ്ഞ് ആകാശത്തുയർന്ന് കഥ താഴ്ത്തി എതിരാളുടെ വദനത്തിന് കൊടുത്തുന്ന്. ക്രമേണ യുദ്ധം മുറുകി. പരസ്പരം തല്ലുവാനാവാതെ ഗത കൊണ്ട് തട്ടി മേഘ നിർഘോഷം മുഴക്കി യുദ്ധത്തിൽ പെരുമാറി. അടി മേക്കുകൊള്ളുന്നേയില്ല. അടുത്ത് കയറി ഇടതൊഴിഞ്ഞും
വലത് കയറി വശം മാറിയും യുദ്ധം പെരുക്കി ഗതകൾ തട്ടി തീപ്പൊരികൾ പാറി. കാല് പിണച്ചും കരം കൊടുത്തും പല്ലിന് പല്ലും മൂക്കിന് മൂക്കും നൽകി രണവീരന്മാർ പറന്ന് പറന്ന് അംഗം വെട്ടി. ആഹോ, വടക്കൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന പോലത്തെ കളി. വടക്കൻ പാട്ടിലെ സിനിമയുണ്ടല്ലോ. ക്രമേണ യുദ്ധം മുറുകി. രക്തപ്പുഴയിൽ അവരുടെ ശരീരം മുങ്ങി. ഓ പാവങ്ങളപ്പ. വിയർപ്പും രക്തവും വീരന്മാരുടെ ശരീരത്തിൽ ചാലിട്ടു. വേദിയിൽ ശ്വേതത്തുള്ളികൾ പൂക്കളായി. വിയർപ്പും രക്തവും കൂടി ഇങ്ങനെ ഈ വേദിയിൽ ഉറ്റാൻ തുടങ്ങി അവരുടെ ശരീരത്തിൽ നിന്ന്. ഗതകളുടെ സംഘട്ടനം കൊണ്ട് കാണികളുടെ ചെവികൾ പോയി തന്നെ പറയാം. പലരും ഭവനങ്ങളിൽ എത്തിയപ്പോഴേക്കും ഗതാതാടന ഘോഷം കേട്ടുകൊണ്ടിരുന്നു. ഒരു വാരം അങ്ങനെ കടന്നു. വിശ്രമിച്ചും പൊരുതിയും ചതിയില്ലാതെ യുദ്ധം നീണ്ടു. ഇരുവർക്കുമുള്ളിൽ ബഹുമാനം ഉദിച്ചു. വീരനാണ് എതിരാളി എന്ന് പരസ്പരം തോന്നി. ഭീമൻ കേശവനോട് തുറന്നു പറയുകയും ചെയ്തു. ഭഗവാനെ, ജരാസന്ധൻ മഹാരാജാവ് തന്നെയാണ് കേട്ടോ. ഗതായുധം അറിയാവുന്നവനാണ് അദ്ദേഹം. പോരിൽ പതിര് കാണിക്കാത്ത ദൃഢചിത്തനാണ്. എനിക്ക് അയാളോട് ബഹുമാനം തോന്നുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഭീമ, എതിരാളിയെ ബഹുമാനിക്കണം. പക്ഷേ സ്വന്തം അണിയുടെ ലക്ഷ്യമാണ് പരമമായുള്ളത്, അത് മറക്കരുത്. അയാളെ ബഹുമാനിച്ചുകൊണ്ടൊന്നിട്ട് നീ വെറും ബുദ്ധിയായ പിന്നെ നീ തോക്കലേ ഉണ്ടാവല്ലോ. രാജസൂയൻ നിന്നെ ആശ്രയിച്ചിരിക്കുന്നു. പിന്നെയും പറഞ്ഞത്. ഭീമൻ വീണ്ടും ചൊടിച്ചു. കേശവൻ വായുസുതന് പിന്നെയും വാക്കുകളിലൂടെ ശക്തി നൽകി. ഇതൊക്കെ പറയുമ്പോ ചൊടി വരുമല്ലോ. എതിരാളിയോടുള്ള ബഹുമാനം നല്ലതാണ്, അങ്ങനെ പറഞ്ഞത്. പക്ഷേ അധികമായാൽ യുദ്ധതന്ത്രങ്ങൾ പിഴക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് പാടില്ല. ഭീമന് മറ്റ് ചില അടവുകൾ കൂടി കേശവൻ ഉപദേശിച്ചു കൊടുത്തു. 18 അടവും കഴിഞ്ഞ് വേറെ അടവുകൾ ഭഗവാന്റെ വക. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു. 14 ദിവസം അവരുടെ യുദ്ധം നീണ്ടു. 2 ആഴ്ചയായി. പിറ്റേന്ന് തുടരുവാൻ ഇരുവരും യുദ്ധം അവസാനിപ്പിച്ചു പിരിഞ്ഞു. നാളെ കാണാട്ടോ രാവിലെ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പം ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങാലോ. ആ രാത്രി കേശവൻ ഭീമനോട് പറഞ്ഞു, ഭീമ, സമയം വൈകുന്തോറും നമ്മുടെ കർമ്മങ്ങൾക്ക് ശക്തി കുറയുന്നതാണ്. യുദ്ധത്തിൽ നർമ്മബോധത്തോടെയാണ് ജരാസന്ധൻ പോര് നടത്തുന്നത്. തല്ലൊഴിയുന്നുണ്ടെങ്കിലും കയറി തല്ലുവാൻ നീ മടിക്കുന്നു ഭീമ. ഇവിടെ പരാജയപ്പെട്ടാൽ രാജസൂയം നടക്കില്ല കേട്ടോ. നിന്റെ ജ്യേഷ്ഠന്റെ മോഹം പൂർണ്ണമാവുകയുമില്ല. ചക്രവർത്തിനായി വിരാജിക്കുവാൻ എന്ത് മോഹമാണെന്നോ ദ്രൗപദിക്ക്. അത് കേട്ടാ മതി ഭീമസേന്, വേറൊന്നും കേൾക്കണ്ട. ദുര്യോധനാദികളോടുള്ള പകയേക്കാൾ അവരെ രാജതലത്തിൽ അമർത്തി നിർത്തുവാൻ രാജസൂയത്തിന് കഴിയും. ആ കർമ്മം ധർമ്മമാക്കുവാൻ ഈ കശ്മലനെ വധിച്ചേ മതിയാവൂ ഭീമ. ഇവന്റെ മരണം അനവധി രാജാക്കന്മാരുടെ മോചനമാണ്. അവരെല്ലാം ധർമ്മജന് നാളെ മുതൽ കപ്പം കൊടുക്കും. അതിനുള്ള ഉപാധി നിന്റെ കരങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്നു. മടിക്കരുത്. കൂടുതൽ കരുത്ത്, സൂക്ഷ്മമനസ്. നാളെ ജരാസന്ധനെ നമുക്ക് വീഴ്ത്തണം. കേശവന്റെ വാക്കുകൾ വീരശക്തി ആളിക്കത്തിച്ചു. ഇതൊക്കെ ഉണ്ട്, ഭഗവാനെ ദൂരം നിന്ന് പറയല്ലേ വേണ്ടു. അങ്ങനെ പറയുന്നുണ്ട്. ഭീമൻ എന്തിനും പോന്ന യോദ്ധാവായി അടുത്ത പ്രഭാതത്തിൽ വേദിയിലെത്തി. കനത്ത യുദ്ധം തുടങ്ങി. ഇരുവർക്കും വാശി കയറി. ഗതകൾ മിന്നൽ പോലെ പായുകയാണ്. അനന്തതയിൽ തീപ്പൊരി ചിതറുന്നു. പ്രളയമേഘങ്ങളുടെ താടന ശബ്ദം പോലെ ഗതാഘോഷം കേട്ടു. കൊട്ടാരം കുലുങ്ങി. അന്തഃപുരത്തിലുള്ളവർ യുദ്ധം കാണുവാനെത്തി. നഗരവാസികൾ തടിച്ചുകൂടി. പൊരിഞ്ഞ പോരും. അത് കണ്ട് പോർവിളി മുഴക്കുന്നത് കേട്ടും ജനങ്ങള് ഒരു കാര്യം തീരുമാനിച്ചു. ജനങ്ങള് ഇന്ന് രണ്ടിലൊന്നറിയും. ധൈര്യശാലികളിൽ ഒരാൾ അടിയേറ്റ് പതിക്കും. ഇരു കവിളിലും രക്തം വാർന്ന് എല്ലുകൾ പൊടിഞ്ഞ് ഒരു മാംസപിണ്ഡമായി കിടക്കും. അതാരാണെന്നേ നമുക്കറിയാനുള്ളൂ എന്നാണ് ഇവര് പറയുന്നത്. പെട്ടെന്ന് ഉച്ച കഴിഞ്ഞു. സൂര്യൻ യുദ്ധം കണ്ടു നിൽക്കുകയാണ്. പെട്ടെന്ന് ജരാസന്ധൻ ശക്തമായ ഒരു മുന്നേറ്റം നടത്തി. ഭീമൻ തളർന്നു പോയതുപോലെ. അടിയുടെ തടക്ക് വേഗത കുറയും പോലെ ഭീമൻ തളരുന്നുവോ? ഭഗവാന് പേടിയായി. അക്കാര്യം ജരാസന്ധൻ മനസ്സിലാക്കിയത് പോലുണ്ട്. അവൻ പറന്നുയർന്നു അമർന്ന് ഭീമന്റെ ശിരസിൽ ആഞ്ഞു കുത്തുകയാണ്. അയ്യോ പാപം. പാർത്ഥൻ കേശവനോട് പറഞ്ഞു, മാധവ, ജ്യേഷ്ഠൻ തളർന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. എങ്ങനെയാണ് വായുസുതനെ രക്ഷിക്കുക? അപ്പ പറഞ്ഞു, എന്താ പറയണേ നമുക്ക് നാളെ നോക്കാം. ഭഗവാൻ എന്തോ ഒരു സൂത്രം പറയുന്നുണ്ട് അർജുനനോട്. ആ സൂത്രം എന്താണെന്ന് നമുക്ക് നാളെ കേൾക്കാം അല്ലേ? ഈ ഭഗവാൻ ആരാണ് നമുക്കറിയില്ലേ?
നാലഞ്ചുഴക്കവിലിനൊത്തിടുമത്രമാത്രം ചേലാർന്ന നെല്ലുരലിലിട്ടതിടിച്ചിടുമ്പോൾ മാലേറി വാഴും ഒരു ഭൂസുരപത്നി തന്റെ കാലപ്പിഴക്കിടി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഓരോരാളെയും രക്ഷിച്ചു വരുന്ന ഭഗവാനോ ഈ ജരാസന്ധനെ കൊല്ലാൻ ആവായിക. പക്ഷെ ഭീമനെ കൊണ്ട് കൊല്ലിക്കണം, ഈ മോക്ഷം കിട്ടാനൊന്നും അർഹതയില്ല ജരാസന്ധന്. ബാക്കി കാര്യം നമുക്ക് നാളെ കാണാട്ടോ.